ഇങ്ങനെ കൈവുണ്ട് എന്ന് ആര് പറയുന്നത്? രാവിലെ തന്നെ വൈകുന്നേരം വരെ നിങ്ങൾ യൂട്യൂബ് തുറന്നു നോക്ക്. ഇതിന്നെ ജിന്ന് എന്ത് ചെയ്യും, പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നം, അതാരോ എന്തോ ചെയ്ത് ഇങ്ങനെ നമ്മളെ തലയിൽ കയറ്റി വെച്ചിന്. അതിന് ഏറ്റവും വലിയ അവരെ ബ്ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ തങ്ങന്മാരടുത്ത് പണ്ഡിതന്മാരടുത്ത് നമ്മൊന്നും ചോദിക്കാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല. സാധാരണക്കാരും പിന്നെ പണ്ഡിതന്മാർക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, ഡിഫറൻറ്റ് കൽപ്പിച്ചിന് എന്നുള്ള അവരിത്. എന്തുകൊണ്ട് ഞാൻ ഈ അന്ധവിശ്വാസത്തെ ഇങ്ങനെ തുറന്ന് പറയുന്നു? നല്ലോണം ഭയം മനസ്സിലുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പറയാതെക്കാൻ പറ്റില്ല. പാവപ്പെട്ട എൻ്റെ ഉമ്മാനെ എത്ര പറ്റിച്ചിനെ അറിയാം. ഒരു ജിന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലടുത്ത് ബട്ടങ്കേരി എന്ന് പറയുന്ന ഒരു സ്ഥലം, ആൾക്ക് എൻ്റെ ഉമ്മ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ ചെറുപ്പത്ത്. എന്നിട്ട് ഒരു ഇലയിൽ അഞ്ഞണം വെച്ചിട്ട് ഇത് നോക്ക് പറയും, എനിക്ക് കാണുന്നില്ല. അയാൾ എൻ്റെ മുയിപ്പിൽ ഇങ്ങനെ മുട്ടുകാല് കുത്തി വെച്ചിട്ട് പറയും, എന്താ നോക്ക്. പിന്നെ ഞാൻ എന്താക്കല്, ഒന്നാമത്തത് ഭയം, രണ്ടാമത്തെ ഉമ്മാനോടുള്ള ബഹുമാനം. ഉമ്മ പറഞ്ഞ് തങ്ങന്മാർ പണ്ഡിതന്മാരോടത്ത് ഒന്നും ചോദിക്കാനും പറയാനൊന്നും പാടില്ലാന്ന്. അതെൻ്റെ ജീവിതത്തിൽ കുറേ കാലം വരെ ഞാൻ അങ്ങനെ ഉണ്ടായിട്ടാ. അപ്പം അതിനെ മുതലെടുത്തിട്ട് കുറേ ആൾ എന്താക്കുക, ഒരു ഇങ്ങനെ വരിക, ജിന്നിൻ്റെ കഥ പറയുക, പൊന്ന് ഡബലാക്കി തരിക, ഭാര്യ ഭർത്താക്കന്മാർന്ന് പ്രശ്നം ഉണ്ടാകുക, അപ്പം വിളിക്കുക, അപ്പം തന്നെ അവർ അതിനൊരു സൊല്യൂഷൻ പറയും, ഇത് ഭയങ്കര സംഭവമാണെന്ന്. എനിക്കിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ പറയും ഓരെക്കുറിച്ച് പറയുന്നു. അല്ല, ഇത് സത്യമാണ്. അതായത് പണ്ഡിതന്മാരും സാധാരണക്കാരും എന്നുള്ള ഭയങ്കര ഡിബേറ്റ് ഉണ്ട്. അതിനുള്ള ഒരു തെളിവ് ഞാൻ തരാം. ഏത് ഉസ്താദ് ആരെന്നൊന്നും അറിയില്ല, അതിൻ്റെ ഒരു തെളിവ് തരാം. ആലിമീങ്ങളെ പറയുന്ന ഗീബത്തിന് ശിക്ഷ കൂടുതലാണ്, അത് കബീറത്താണ്, വൻകുറ്റം, തൗബല്ലാതെ അല്ലാഹു പൊറുക്കൂല. സാധാരണക്കാരനെ പറയുന്ന ആ ഗീബത്താണ് സഗീറത്ത്, ചെറിയ കുറ്റം എന്ന് പറഞ്ഞത്. കോൾ ചെയ്തു, ഉസ്താദെ ഈ ജിന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജിന്നുകളെ കുറിച്ച് പറയുന്ന ചില വീഡിയോസിലൊക്കെ ഞമ്മ ഈ അന്ധവിശ്വാസത്തിൽ പോകുന്നുണ്ട്. ഇന്ന് ചൈന ഏടെത്തി, പിന്നെ ബാക്കിയുള്ള നാടുകളിൽ ഏടെത്തി, കാരണം അവർ ടെക്നോളജിന്റെ സയൻസിന്റെ ബാക്കിൽ. അപ്പോൾ ഒന്ന് ചോദിക്കും, ഇസ്ലാമിക് സയൻസിൽ ഉണ്ടായിരുന്നു 400 കൊല്ലം. അതാണ് ഞാൻ പറയുന്നത്, ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം. 400 കൊല്ലം മുഅ്തസില എന്ന് പറയുന്ന, ഇങ്ങ കേട്ടിട്ടോ ഇല്ലെന്ന് അറിയില്ല, ഞമ്മക്കൊന്നും ഇത് അറിയില്ല. ഇപ്പൊ കുറേ ഇതുണ്ട്, ഖദറിയ, ജബറിയ, മറ്റേ ഏടുന്ന് വന്നു എന്നുള്ള ഹിസ്റ്ററിനെല്ലാം കുറിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇങ്ങനെ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വീഡിയോ ഇട്ടിനി, ഭാവിയിൽ എൻ്റെ വീഡിയോ ഇടാൻ പോകുന്നു. ഈ മുഅ്തസില ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സയൻസ് വളരുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. അതിൽ കുറേ ആൾ എതിർപ്പ് പേർക്ക് ഒന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ 13-ാം നൂറ്റാണ്ടിൽ ഈ സയൻസിന്റെ വളർച്ച നിന്നതിൻ്റെ ശേഷം എന്തുകൊണ്ട് ഒരു പിന്നെ ഇങ്ങനത്തെ ഒരു സയൻസ് പരമായിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നില്ല? വലിയ വലിയ കോളേജുകളും അതും ഇതും വേറെ ആൾ പഠിപ്പിച്ച് തന്നെ പഠിക്കുന്നതല്ലാതെ സ്വയം ഒരു കാര്യം കണ്ടെത്താൻ റിസർച്ച് സെൻറ്റർ പറഞ്ഞിട്ട് എന്തുകൊണ്ട് തുടങ്ങുന്നില്ല? ഇന്ന് നമ്മളെ വിളിക്കപ്പെടുന്നത് ഇങ്ങനെ പൊട്ടന്മാരെന്നും പിന്നെ ടെററിസ്റ്റിനും മറ്റും. ഇന്ന് നമ്മൾ വലിയ സയൻറ്റിസ്റ്റായിട്ട് അറിയേണ്ട ആളായിരുന്നു ഈ മുഅ്തസില ഉണ്ടെങ്കിൽ. കുറേ ആൾ ഇതിനൊക്കെ എതിർ വരും. ഓക്കെ, നമ്മളെ UA ടീം ഇതിനെ കുറിച്ചിട്ട് കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കറിയില്ല, ഞാൻ എല്ലാവരും കേട്ടറിവ് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ഇത് അറിയണം. നമ്മൾ എന്തുകൊണ്ട് സയൻസിൽ ബാക്കിൽ പോയി ഈ ജിന്നും മുന്നും പൊന്നിനെ ഡബലാക്കലും മറ്റതും ഭാര്യ പ്രശ്നമായാലും എല്ലാത്തിനും അവിടെ എത്ര ഗർഭിണികൾ പിന്നെ പ്രസവിക്കേണ്ട പുരയിൽ നിന്ന് പ്രസവിക്കുക പറഞ്ഞ് മരണപ്പെട്ടു. നമ്മളെ നാട്ടിൽ എത്ര ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായി. അപ്പം എൻ്റെ ഉമ്മാനെയും ഇത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ പല പൊട്ടത്തിനും ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ പൊട്ടത്തിനെതിരെ സംസാരിക്കുന്നത്. ആരെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഞാൻ ആരെന്ത് പറഞ്ഞാൽ ഈ പൊട്ടത്തിന് എതിരെ ഇങ്ങനെ മനുഷ്യന്മാരെ പൊട്ടക്കന്മാരല്ല. നാട് ഇടീ എവിടെയോ എത്തുമ്പോൾ ഞമ്മ ഇങ്ങനെ ബാക്കിൽ ആയിപ്പോവും. അതിനൊന്ന് കാണണ്ടേ? എന്തുകൊണ്ട് ഈ 13-ാം നൂറ്റാണ്ടിൻ്റെ ശേഷം റിസർച്ച് സെൻറ്റർ തുടങ്ങുന്നില്ല? മദ്രസ തുടങ്ങുന്നു, കോളേജ് തുടങ്ങുന്നു, അത് തുടങ്ങുന്നു, തീങ്ങാന തുടങ്ങുന്നു, എല്ലാം തുടങ്ങുന്നു. എന്തുകൊണ്ട് റിസർച്ച് സെൻറ്റർ തുടങ്ങുന്നില്ല? എന്തുകൊണ്ട് മുഅ്തസിലാന്റെ മുഅ്തസിലാനെ ഒഴിവാക്കുക? അതിൻ്റെ നല്ല ഗുണങ്ങൾ എടുക്കാമല്ലോ. എന്തുകൊണ്ടാണ്? ഓക്കെ, പാരം അറിയുന്ന ആൾ പറഞ്ഞു തരാം. ഓക്കെ, പാർബിക്കോളും.